ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കിഡിലൻ ടോപ്പാണ് കേട്ടോ. നമ്മുടെ ലെഹങ്കയ്ക്കും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണിത്. ഇതിൻ്റെ പിറകുവശം ബോബിൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബോബിൻ ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി ടോപ്പുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വിശദമായിട്ട് ഇതിലും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാഞ്ചി സിൽക്കാണ്. ഞാനിപ്പോൾ ആ കാഞ്ചി സിൽക്ക് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഇറക്കത്തിലും വീതിക്കും ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം അല്ലേ. നോർമലി നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്താൽ ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യും, കൈക്കുഴി മാർക്ക് ചെയ്യും, നെക്ക് മാർക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഇവിടെ മുകളിൽ നിന്നും ഒരു 2.5 ഇഞ്ച് ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക. എന്നിട്ട് മുകൾ വശത്ത് ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ മൂവ് ചെയ്ത് എല്ലാ സ്ഥലത്തും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു ലൈനായിട്ട് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ മുകൾ വശത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നും താഴ്വശത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇറക്കം എടുക്കേണ്ടത്. എനിക്കിവിടെ 11.5 ഇഞ്ചാണ് തയ്യൽ തുമ്പടക്കം വേണ്ടത്. നോർമലി ഇതുപോലുള്ള ഒരു ടോപ്പിന് ഞാൻ 12.5 ഇഞ്ചാണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ടോപ്പിന് ഞാൻ കുറച്ച് ഇറക്കം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ബാൻഡ് കറക്റ്റായിട്ട് കാണണം. ആ ബാൻഡിൻ്റെ മുകളിലായിരിക്കണം ടോപ്പ് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ അളവിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 11.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ലൈനിൻ്റെ താഴ്വശത്ത് വേണം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 4.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതേ 4.25 ഇഞ്ച് തന്നെയാണ് നമുക്ക് കൈക്കുഴിക്കും വരുന്നത് അല്ലേ. നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു കൈക്കുഴിയും ഷോൾഡറും മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് കൈക്കുഴി വരച്ച് യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. 2.5 ഇഞ്ചാണ് നെക്ക് നോർമലായിട്ട് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ നോർമലി നെക്ക് എടുക്കുക അളവ് തന്നെ എടുക്കുക കേട്ടോ. പക്ഷെ ഒത്തിരി വീതി കൂട്ടിയിട്ട് എടുക്കാൻ പാടില്ല. ഒരു നോർമൽ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് എടുക്കുന്നതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നോക്കാം. എനിക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. ആ ഒരു 7.5 ഇഞ്ച് അളവ് തന്നെയാണ് ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ. 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരെ താഴ്വശത്താണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. താഴ്വശത്ത് തയ്യൽ തുമ്പടക്കം നമുക്ക് 6.5 ഇഞ്ച് എടുക്കാം. കറക്റ്റായിട്ട് 6.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ താഴ്വശത്ത് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തു. നെക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റൗണ്ട് നെക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ റൗണ്ട് നെക്ക് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്നും നേരെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്തൊക്കെ നോർമൽ മാർക്കിംഗ് ആണ്. പക്ഷേ ഈ കാണിക്കുന്നത് ഇപ്പം നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. 2.5 ഇഞ്ചിലേക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും കറക്റ്റായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആ ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ ഒരു 2 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ താഴേക്കാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, എൻ്റെ കൈ പോകുന്നത് പോലെ പോയിട്ട് കൈക്കുഴിയിലേക്കാണ് എത്തേണ്ടത്. കണ്ടോ, ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിക്കുക കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് ആ കൈക്കുഴിയായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വളരെ കൃത്യമായ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം.
കണ്ടോ, ഇപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി അവിടെ നിന്നും നമ്മൾ കൈക്കുഴിയും മറ്റുമൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ്. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റ് അളവിൽ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൈക്കുഴി മുതൽ താഴ്വശം വരെയുള്ള ഇറക്കം കൃത്യമായിട്ട് എടുക്കാം. 7.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്ന ഇറക്കം. ഈ 7.25 ഇഞ്ച് മാത്രം പോരാട്ടോ, കാരണം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3/4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. കാരണം നമ്മൾ ബോബിൻ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുരുക്ക് പോലെ വരും. അപ്പോൾ കുറച്ച് നമുക്ക് മുകളിലേക്ക് കയറിയ ഒരു ഫീല് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി ഇതുപോലെ ഒന്ന് അളന്ന് നോക്കാം. 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്ന വീതി. ഈ 7.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂടി എക്സ്ട്രാ നമ്മൾ കൂട്ടണം. ക്ലോത്ത് 2ആയി ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്ത് ഒന്ന് നന്നായി ചുരുണ്ട് വരും. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ 10 ഇഞ്ചാണ് ക്ലോത്തിൻ്റെ വീതി എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ക്ലോത്ത് 2ആയി ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ടോട്ടൽ വീതി വരുമ്പോൾ നമുക്ക് 5 ഇഞ്ചോളം എക്സ്ട്രാ വരും. നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള ടൈറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ട് അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ട് ഇതുപോലെ 2 പീസ് ചരട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത്, അതായത് ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഈ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചരട് കൃത്യമായിട്ട് വെച്ചിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെയിം അളവിൽ ഒരു ലൈനിങ് പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നെക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ചരട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്താണ്. അപ്പോൾ ആ നല്ല വശം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്ത ആ ഒരു പോർഷനില്ലേ, അവിടെ മുതൽ നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മുടെ ഈ കൈക്കുഴി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിർത്താതെ തന്നെ വീണ്ടും ഷോൾഡർ, നെക്ക്, അതുപോലെ തന്നെ സെക്കൻഡ് ഷോൾഡർ, വീണ്ടും കൈക്കുഴി എന്ന രീതിയിൽ മുഴുവനായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ 2 കൈക്കുഴിയും നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗമില്ല, അതായത് ബാലൻസ് വരുന്ന നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 കൈക്കുഴിയുടെയും നെക്കിൻ്റെയും അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഷോൾഡർ പീസ് വരുന്ന പോലത്തെ ആ ഒരു ഭാഗമില്ല, അവിടെയൊക്കെ ജസ്റ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൃത്യമായ മടക്കുകളൊക്കെ പുറത്തോട്ട് വരാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിതായി കാണിക്കുന്ന പോലെ എല്ലാ ഭാഗത്തും പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കെട്ടും കൂടി നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും വെക്കുക. വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ വിവരിക്കുന്നതിനേക്കാളും നല്ലത് വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നെക്കൊക്കെ നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ വെക്കണം. 2 ക്ലോത്തിൻ്റെയും നല്ല വശമായിരിക്കണം കേട്ടോ ഉള്ളിലേക്ക് വരേണ്ടത്. കണ്ടോ, ഇതിൻ്റെ 2ൻ്റെയും നല്ല വശമാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലൂടെ ഇതുപോലെ പതുക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരിക. നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പുറത്തോട്ട് തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ താഴ്വശം കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. താഴ്വശത്താണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് വശത്തും 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെയും ഈ ഒരു സൈഡിലൂടെ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നമ്മളിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത പോയിൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിലൂടെ ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മുകളിലും താഴെയും ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോബിൻ ഇലാസ്റ്റിക് യൂസ് ചെയ്യാം. ഇലാസ്റ്റിക് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഉണ്ടാവുക, ഒരു വലിയ ബണ്ടിലായിട്ടാണ് ഉണ്ടാവുക. 25 രൂപയ്ക്കും അങ്ങനെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇത് ഞാൻ ഒത്തിരി വർഷമായി എൻ്റെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ടെല്ലാം കെട്ടുകുടുങ്ങി ഇങ്ങനെ ആയിപ്പോയതാട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ ബോബിനില്ലേ അതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ ഞാൻ ബോബിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോബിനിൽ നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ചുറ്റി കൊടുക്കുക. ചുറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ വലിച്ച് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ. ഫ്രീ ആയിട്ട് ചുറ്റി കൊടുക്കാൻ പാടില്ല. നന്നായി വലിച്ചിട്ട് കൈ വിടാതെ തന്നെ ചുറ്റി കൊടുക്കണം. കൈയൊന്ന് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡ് ലൂസായി പോവും. അപ്പോൾ നന്നായി ടൈറ്റായി വലിച്ച് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മുഴുവനായിട്ടും ചുറ്റിയെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളിത് മുഴുവനായും ചുറ്റിയെടുത്തിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നൂല് ചെയ്യുന്നത് പോലെ തന്നെ. അതിനുശേഷം നമ്മുടെ കൈസിനുള്ളിൽ എങ്ങനെയാണോ നോർമലി ബോബിൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. നോർമൽ നമ്മുടെ നൂല് ഇതിൻ്റെ ഉള്ളിലേ ഇടാൻ വേണ്ടിയിട്ടുള്ള ലൂസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രൂവിനെ നമുക്ക് കുറച്ചൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. കാരണം ബോബിൻ ഇലാസ്റ്റിക് കുറച്ച് തടിച്ചതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ലൂസ് ചെയ്ത് കൊടുത്തിട്ട്, നന്നായി എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും ലൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഇലാസ്റ്റിക് കടന്നു വരാൻ പാകത്തിൽ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബോബിൻ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നൂലിടുന്ന സമയത്ത് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നോർമലി എങ്ങനെയാണോ കേസ് നമ്മുടെ മെഷീൻ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതും ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ മെത്തേഡും എങ്ങനെയാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നൂലിനെ നമുക്ക് മുകളിലെടുക്കുന്ന സെയിം മെത്തേഡ് തന്നെ ഈ ഒരു ഇലാസ്റ്റിക്കിനെയും മുകളിലേക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ബാക്ക് പീസ് കറക്റ്റായിട്ട് മെഷീൻ്റെ ഫൂട്ടിൻ്റെ താഴ്വശം വെച്ച് കൊടുക്കുക. ആ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളിവിടെ വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഇലാസ്റ്റിക് കാരണം നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിൽ നല്ല ഭംഗിയായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നൂല് വലിച്ച് മുറിച്ച് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഫൂട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഫൂട്ട് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിരിക്കണം ഫൂട്ടിൻ്റെ സൈഡ് ഉണ്ടാവേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവാം. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് കെട്ടിടുന്നത് അതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക് ബാൻഡാണ് താഴ്വശം എന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കെട്ടിട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും എൻഡ് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ നമുക്ക് 2, 3, 4 അങ്ങനെ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇപ്പോൾ 2 സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ ഒരു ഫ്രില്ലിട്ട എഫക്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിലായിരിക്കണം ഫൂട്ട് ഉണ്ടാവേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുക്കുക, എൻഡിലും കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായി വലിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നല്ല വശം. മോശം വശം നിങ്ങൾക്ക് കാണാം, മുഴുവൻ ഇലാസ്റ്റിക് ബാൻഡാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഫാബ്രിക് അതായത് ഫ്രണ്ട് പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശം ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന വിധം വെച്ചിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ സൈഡും കൊണ്ടുവന്നിട്ട് ആ ഒരു സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടതുകൊണ്ട് തന്നെ എത്താത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ
രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊന്ന് വലിഞ്ഞ് കറക്റ്റ് അവിടെ ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ. കുട്ടിക്ക് ടൈറ്റ് ആവുമോ അങ്ങനെ വല്ലാണ്ട് വലിഞ്ഞ് നിൽക്കുമോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ചരടിൻ്റെ എൻഡിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ടിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത റൗണ്ടിന് ചുറ്റും നമുക്ക് ഇതുപോലെ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു ലൈറ്ററോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഉരുക്കി കരിച്ചു കൊടുക്കാൻ പാടില്ല. സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് തൊട്ട് കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുകി നൂല് വലിഞ്ഞ് വരാത്ത വിധത്തിലാവും. അത്ര മാത്രമേ ചെയ്യേണ്ടൂ കേട്ടോ. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചരടിൻ്റെ എൻഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. മുകളിലേക്കല്ല, താഴ്വശത്തേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡ് കണ്ട ഓപ്പൺ വരുന്ന ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ടത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ താഴ്വശത്തേക്കാക്കാം. കണ്ടോ, കറക്റ്റായിട്ടൊരു നല്ല കുഞ്ഞ് ഹാങ്ങിങ് പോലെ അവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്ഷനോടുകൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കാണ് കേട്ടോ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പിറകുവശം ശരിക്കൊരു എന്താ പറയുക, ഒരു റെഡിമെയ്ഡ് എഫക്റ്റ് തന്നെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീഡ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് തൊട്ട് താഴത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ കൂടി നല്ലൊരു ഭംഗിയുണ്ട്. മോക്കിട്ടിട്ട് നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. ആ ഒരു സ്കേർട്ടിൻ്റെ കളർ ഇതല്ല, ഇതിനേക്കാളും കളറുണ്ട്. പക്ഷേ വീഡിയോയിൽ ഇങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.